എന്താ അങ്ങനെ ഇപ്പൊ സൂയിക്കണ്ട. ഞാൻ ആദ്യം ചോദിച്ചതിന് ഉത്തരം പറ. എന്താ കാര്യം? അന്ന് ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞതല്ലേ ടെലിഫോൺ ബില്ലിന്റെയും കറണ്ട് ബില്ലിന്റെയും കാര്യം. ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് എത്രയായെന്നറിയോ? ഫോൺ അവർ എടുത്തോണ്ട് പോകും. എടുത്തോണ്ട് പോട്ടെ. എല്ലാം കളിയായിട്ട് എടുക്കരുത്. വീട്ടുകാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ വേണം. മനസ്സില്ല വീട്ടുകാര്യങ്ങൾ നോക്കാൻ. നിന്നോട് ആരാ പറഞ്ഞ എറണാകുളത്തേക്ക് പോവാൻ? വീട്ടുകാര്യങ്ങൾ നോക്കി ഇവിടെ ഇരിക്കായിരുന്നില്ലേ? എനിക്കിവിടെ 100 കൂട്ടം ജോലിയുള്ളതാ. കൂട്ടത്തിൽ ചിലപ്പോൾ ഇതൊക്കെ വിട്ടുപോയിന്ന് വരും. ഇങ്ങനെ ബഹളം വെക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? ബഹളം വെക്കും. നിന്റെ ഈ സ്വഭാവം അതിന് കാരണം. എപ്പോ നോക്കിയാലും ചില സില്ലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരും മനുഷ്യനെ സ്വസ്ഥത കെടുത്താൻ. നിനക്ക് വേറെ ഒരു സബ്ജക്റ്റും ഇല്ല ലൈഫില്. കറണ്ട് ബില്ല്, ടെലിഫോൺ ബില്ല്, ബാങ്ക് അക്കൗണ്ട്, പ്രോഡ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, LIC. അടുത്തു. പിന്നെയുമിണക്കുയിൽ പിണങ്ങിയല്ലോ. മറ്റന്നാ രാവിലെ തന്നെ ജോലി എന്താണെന്നറിയോ? കറണ്ട് ബില്ലടയ്ക്കുക, ടെലിഫോൺ ബില്ലടയ്ക്കുക, പത്രക്കാരന് കാശ് കൊടുക്കുക. പിന്നെന്താ? പിന്നൊന്നുമില്ല. ഇതെല്ലാം ചെയ്തിട്ട് ബാക്കി എന്ത് കാര്യമുള്ളൂ. ഓക്കെ? സുമിത്രക്കുട്ടി, എന്റെ സൂത്രക്കുട്ടി. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ ഭാര്യയെ, നിന്നോടല്ലാതെ വേറെ ആരോടാ ഞാൻ വല്ലപ്പോഴും ചൂടാവുക? അങ്ങനെ ഇപ്പൊ വേണ്ട. ഒരു ഭർത്താവിന്റെ റോള് ഞാൻ നന്നായിട്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. എന്നൊരു കാര്യം ചെയ്യും, പോയി ഡൈവേഴ്സ് നോട്ടീസ് കൊടുക്ക്. ഓടുന്നു. ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. സീരിയസ് ആയിട്ടാ? അതൊന്ന് മുഖത്ത് നോക്കി പറഞ്ഞേ. മുഖത്ത് നോക്കി പറയാൻ. ഇതൊരു മുസ്ലിം സബ്ജക്റ്റാണ്. ഒരു ചേഞ്ച്. കല്ലായിലെ മരവ്യാപാരിയായ അവറാൻ ഹാജി. ഹാജിയാർക്ക് 3 ഭാര്യമാർ. 3 ഭാര്യമാര്? അതെ. ഈ 3 ഭാര്യമാരിലായി 4 ആൺമക്കൾ. ആദ്യ ഭാര്യയിൽ ഇരട്ട വെച്ച 2 ആൺമക്കൾ ഹസൻ റഷീദ്, രണ്ടാമത്തേതിൽ ഹനീഫ്, മൂന്നാമത്തേതിൽ അസീസ്. അവറാൻ ഹാജിക്ക് വയസ്സായി. തന്റെ ബിസിനസ് കാര്യങ്ങൾ ആദ്യ ഭാര്യയിലെ മൂത്ത മകനായ ഹസനെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഹസൻ കൂപ്പിലേക്ക് പോകാൻ തയ്യാറാവുമ്പോൾ രണ്ടാമത്തെ ഭാര്യ സുഹറാബി വരുന്നു. പ്രശ്നമുണ്ടാവുന്നു. എന്ത് പ്രശ്നം? പറയാം. അതാണ് കഥയുടെ മെയിൻ ത്രെഡ്. പണ്ട് ഹാജിയാരും രണ്ടാമത്തെ ഭാര്യയും കൂപ്പിൽ നിന്നും ജീപ്പിലേറി താമരശ്ശേരി ചുരമിറങ്ങി നാട്ടിലേക്ക് വരികയായിരുന്നു. ആ സമയത്ത് ജീപ്പിന്റെ ടയറിൽ ഒരു മുള്ളുകൊണ്ട് സൈഡിൽ ഒരു ദ്വാരം വന്നു. വണ്ടി ഒന്ന് പാളി. ഭാര്യയുടെ അവസരോചിതമായ ഇടപെടൽ മൂലം വലിയൊരാപത്തിൽ നിന്ന് ഹാജിയാർ രക്ഷപ്പെട്ടു. എങ്ങനെ? കൈയിന്റെ ചൂണ്ടുവിരലുകൊണ്ട് ടയറിന്റെ ദ്വാരം പൊത്തിപ്പിടിച്ച് വണ്ടി വീല് കറങ്ങണതിനനുസരിച്ച് തിരിച്ച് ആ സ്ത്രീ ചുരയിറക്കി. ഹാജിയാർ രക്ഷപ്പെട്ടു. അന്ന് ഹാജിയാർ അവർക്ക് ഒരു വരം കൊടുത്തു. വരോ? അതെ, അതായത് വാക്ക്. എന്നാ വാക്ക് എന്താണെന്ന് ഞാൻ പറയട്ടെ. എന്നാ പറയട്ടെ. പറയുന്നു. ഹസനെയും റഷീദിനെയും കാട്ടിലേക്ക് അയക്കാനും അനീഫയെ വീട്ടുപരണ ഏൽപ്പിക്കാനും. എടോ, രാമായണം കട്ട് കള്ളക്കഥ ഉണ്ടാക്കണേക്കാളും വേണം തനിക്ക് തൂങ്ങി ചത്തുറോ കാഞ്ഞിര കുറ്റി. പിന്നെ ഞാൻ കുറെ നാൾ ഇനി എന്ത് കഥ ഉണ്ടെങ്കിലും നിങ്ങളോട് പറഞ്ഞ മാത്രല്ല അത് കേട്ടാ നിങ്ങൾ ഒരു അതും കേട്ടാന്ന് ഞാൻ ഒന്ന് കൊടുക്കട്ടെ. കാരണം അത് കേൾക്കുമ്പോഴേ ഒരു ഇംഗ്ലീഷ് നോവലിന്റെ ചെറിയൊരു ടച്ച് തോന്നും. വേറൊന്നല്ല, വെറും 300 രൂപയ്ക്കും വേണ്ടി തമ്മിൽ ഒറ്റിക്കൊടുത്ത് ഒരു ക്രിസ്ത്യൻ വിപ്ലവകാരനെ കുരിശിലേറ്റ് കൊന്ന കഥ. കർത്താവേ, കളിച്ച് ക്രിസ്ത്യാനികളെ തൊട്ട് കളിക്കാൻ എന്റെ ശരീരം തൊട്ട് കളിക്കരുത്. ഹിന്ദു ക്രിസ്ത്യാനോ മുസ്ലിമോ ആരായി? ഞാൻ എന്റെ ഭാവന നിർത്തി. എന്റെ ഭാവന ബൈബിൾ കട്ടെഴുതി, രാമായണം കട്ടെഴുതി, ഇനി വരെ എന്നാണ് ഖുർആൻ കട്ടെഴുത കള്ളൻ. ബോംബെയിൽ ചിലവഴിച്ച കുട്ടിക്കാലമായിരുന്നു എന്റെ ലൈഫിലെ ഏറ്റവും നല്ല പീരീഡ്. ഇന്നും കൊതിയോടെ ഓർക്കാനുള്ളത് ആ കാലം മാത്രമാണ്. ബോംബെയിൽ എവിടെയായിരുന്നു? ബാന്ദ്ര. ബാന്ദ്രയില? എന്റെ ചെറുപ്പത്തില് ഞങ്ങളോട് താമസിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഗണപതി ടെമ്പിൾ ഉള്ള ഓർമ്മയുണ്ടോ? ആ സ്ട്രീറ്റിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. അതിന്റെ നെക്സ്റ്റ് സ്ട്രീറ്റ് ആണ് ഞങ്ങളുടേത്. അവിടെ ഒരു പഴയ ചർച്ച ഉള്ളത് അറിയോ?
ആ അവിടെ വരാറുണ്ടായിരുന്നോ? ഇല്ല. എക്സാം ജയിക്കാൻ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി കാശിടുമായിരുന്നു. എനിക്ക് ഇപ്പോഴും അവിടെ ഓർമ്മയുള്ളത് ഞായറാഴ്ച തോറും ഐസ്ക്രീമുമായിട്ട് വരുന്നൊരു കിളവനെയാ. ഓർമ്മയുണ്ടാവും, നീല കോട്ടക്കെട്ട് തടിച്ച്. ആ, അറിയാം. എന്റെ കൊറേ കാശ് അടിച്ചിട്ടുണ്ട് പുള്ളി. അങ്കിൾ വില്യംസ്. എക്സാക്ട്ലി. ചിലപ്പോ അന്ന് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. ഒരു നിക്കറുകാരൻ പയ്യൻ. ഒരു സ്കർട്ടുകാരി ചട്ടമ്പി പെണ്ണും. ആ, 4-5 ദിവസം ഞാൻ ഫ്രീ ആണ്. എന്ത് ചെയ്യാൻ പോകുന്നു? തീരുമാനിച്ചില്ല. എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് കരുതുക. കാശിക്ക? ഹേയ്, അത്ര ദൂരത്തേക്കൊന്നുമല്ല, വേറെ എവിടേക്കെങ്കിലും. ഞാൻ നാളെ തിരിക്കുക. എങ്ങോട്ട്? ഒഫീഷ്യൽ ട്രിപ്പാ, കോടഗിരി എന്ന് പറയും. റിയലി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അവിടെ എന്താ? അവിടെ ഒരു യോഗ സെന്റർ ഉണ്ട്, സായിപ്പ് നടത്തുന്ന. അതിനെ കുറിച്ച് പ്രോഗ്രാം തയ്യാറാക്കണം. ഞാൻ കൂടെ വരട്ടെ? ആർ യു സീരിയസ്? നവാ, ഞാൻ എന്ത് കെയർ ഓഫിൽ വരും? അവിടുത്തെ പാർട്ടിസിപ്പൻസ് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ. Then come. അച്ഛനോടൊന്ന് പറയണം. എനിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഞാൻ കൃഷ്ണയെ വിളിക്കാം. അത് കഴിഞ്ഞിട്ട് വേറെ പ്രോഗ്രാം ഫിക്സ് ചെയ്യൂ. ഷുവർ. പ്രകാശിന്റെ പേര് നീ ചീത്തയാക്കോ ഇന്റർവ്യൂ ചെയ്ത്? നോക്കിക്കോളൂ, ഇത് കഴിയുമ്പോ ദൂരദർശൻകാര് എന്നെ അവിടെ അപ്പോയിന്റ് ചെയ്യും. കണ്ടറിയാം. ആ, പ്രകാശിനെ ഞാൻ അന്വേഷിച്ചത് പറയണം. പറയാം. खूब ठंडी है, ये भी रखिए. കണ്ടോ, നിനക്ക് ഈ ബുദ്ധി തോന്നിയോ? क्या क्या? ഒന്നുമില്ല, ഇവിടെ പറഞ്ഞതാ. എന്നെ നീ മനഃപൂർവ്വം ഒഴിവാക്കിയതാണല്ലേ? അതെന്നാ പറച്ചില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ആ വർമ്മയുടെ പ്രോഗ്രാമിന് നീ എന്നെ ഒഴിവാക്കിയതാണെന്ന്. എനിക്കറിയാം മോനെ, ഞാനും കൂടി ഉണ്ടെങ്കിൽ നിന്റെ ഈ ചുറ്റിക്കളിയൊന്നും നടക്കില്ലല്ലോ. ഇപ്പൊ സമയം തീരെയില്ല, തിരിച്ചു വന്നിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അല്ല, ഈ പോക്ക് പോവാണെങ്കിൽ തിരിച്ചു വന്ന് സംസാരിക്കാൻ നീ ഉണ്ടാവില്ല കേട്ടോ. ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോ ഒന്ന് അനുഗ്രഹിച്ച് വിടുന്നത് ചാക്കോച്ച. പാല് കൊടുത്ത കൈക്ക് കടിക്കരുതാ മോനെ. പിന്നെ താൻ എനിക്ക് എന്താ പാല് വന്നിരിക്കുന്നത്? ഇങ്ങോട്ട് പാട് മാപ്പിളെ. അയ്യോ, എനിക്ക് തെറ്റിതാ, നിനക്ക് പാലല്ല തന്നത്, ബ്രാൻഡിയാ. ശരിയണ്ടാ. ദൂരദർശൻ ടീമിന് റൂം ബുക്ക് ചെയ്തിട്ടില്ലേ? ഉണ്ടല്ലോ. സാറാണോ മിസ്റ്റർ പ്രകാശ്? അതെ. പിന്നെ ബാക്കിയുള്ളവരെല്ലാം മോർണിംഗിൽ എത്തുവേ. പെട്ടി ടിക്കലുണ്ട്. കാറിലിരുന്ന് പ്രകാശ് പറഞ്ഞത് ശരിയാണ്. ഇവിടെ എത്തുമ്പോ നമ്മൾ തിരിച്ചു പോക്കിനെ കുറിച്ച് മറക്കും. തിരിച്ചു പോകണമെന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇവിടെ എങ്ങനെ ഒരു വീട് വയ്ക്കാം, ഒരു വുഡൻ ഹൗസ്. എന്നിട്ട് ഇവിടെ തന്നെ കൂടാം. എന്നോട് കളിക്ക് പറയുന്നത് സൂക്ഷിച്ചു വേണം, ഞാൻ കയറി സീരിയസ് ആകും. ഈ മഞ്ഞും ഈ ഏകാന്തയും സാക്ഷി നിർത്തി ഞാനും സത്യം പറയട്ടെ, എനിക്ക് തന്നോട് അത്രമാത്രം ഇഷ്ടം തോന്നുന്നു. യെസ്, ഐ ലൈക്ക് യു റിയലി. നാളത്തെ ഇന്റർവ്യൂ, ഷൂട്ടിംഗ് എന്നൊക്കെ ഓർക്കുമ്പോ ബോറാവോ? നല്ല കക്ഷിയാണല്ലോ. ഇതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈസി ജോബ്. ഇതാ നോക്കിക്കോ. എന്താ നിങ്ങളുടെ പേര്? ഐ എം കൃഷ്ണ. എത്ര കാലമായി നിങ്ങൾ ഈ യോഗ കേന്ദ്രത്തിൽ വന്നിട്ട്? കുറെ കാലമായി. സാറിനിപ്പോ എന്ത് വേണം? എനിക്കൊന്നും വേണ്ട. ഈ യോഗ പരിശീലനം കൊണ്ട് താങ്കൾക്ക് എന്ത് തരത്തിലുള്ള ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്? അതിപ്പോ അതൊന്നും അറിയില്ല. ഓക്കെ, നിങ്ങൾ എന്തിനാ പ്രകാശ് എന്നൊരു പാവം മനുഷ്യനെ ധർമ്മസങ്കടത്തിലാക്കിയത്? എന്താ പറഞ്ഞത്? ഞാൻ ധർമ്മസങ്കടത്തിലാക്കിയെന്നോ? അതിനാരാ കാരണം? I like you, പ്രകാശ്.